ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഹിസ്റ്ററിയുടെ ഫോക്കസ് പോയിന്റ് റിവിഷൻ വിജയനഗര കിങ്ഡം. അതിലൊന്നാം ഭാഗം. ഹംപി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ സിറ്റിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്, എങ്ങനെയാണ് അത് വെളിച്ചത്തിലേക്ക് വന്നത്? ഹൂ ഡിസ്കവേർഡ് ദ റൂയിൻസ് ഓഫ് ഹംപി? ഹൗ വർ ദേ ബ്രോട്ട് ടു ലൈറ്റ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ദ റൂയിൻസ് ഓഫ് ഹംപി വർ ഡിസ്കവേർഡ് ഇൻ 1800. 1800 ഹംപി ഒരു നഗരം നശിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത്. അത് കോളിൻ മെക്കൻസിയാണ് അത് കണ്ടെത്തിയത്. അദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനാണ്, അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ വലിയൊരു ഓഫീസറും കൂടിയായിരുന്നു. ഹി വാസ് ആൻ എൻജിനീയർ ആൻഡ് കളക്ടർ ഓഫ് ആൻറ്റീക്സ് എന്ന് പറഞ്ഞാൽ പഴയ വസ്തുക്കൾ, പുരാവസ്തുക്കൾ ശേഖരിക്കുന്ന ആൾ. ഹി വിസിറ്റഡ് ഹംപി ആൻഡ് മെയ്ഡ് ദ ഫസ്റ്റ് സർവേ മാപ്പ് ഓഫ് ദി സൈറ്റ്. അദ്ദേഹത്തിന് ഈ നഗരാവശിഷ്ടം കണ്ടപ്പോൾ വളരെയധികം എക്സൈറ്റഡായി. അദ്ദേഹം അവിടെ ചെല്ലുകയും ആ സൈറ്റിൻ്റെ സർവേ മാപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാൻ, ഈ നഗരത്തെക്കുറിച്ച് അറിയാൻ, ഇവിടെ ഏത് സാമ്രാജ്യമാണ് നിലനിന്നിരുന്നതെന്നും ഇവിടെയുള്ള രീതികൾ എന്താണ് എന്നറിയാനും അദ്ദേഹം അവിടെയുള്ള ഒരു ഫേമസ് ആയ ക്ഷേത്രം വിരൂപാക്ഷ ടെമ്പിൾ, അതുപോലെ തന്നെ പമ്പാദേവി അമ്പലത്തിലും ക്ഷേത്രത്തിലും പോയി അവിടെയുള്ള പുരോഹിതന്മാരെ, പ്രീസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ പൂജാരിമാരെ കണ്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഒത്തിരി വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ ഈ ഇൻസ്ക്രിപ്ഷൻസ് വായിക്കാനായിട്ട് കോളിഗ്രാഫിക് എക്സ്പേർട്ടിനെ നിയോഗിച്ചു. ഫ്രം 1836 കോളിഗ്രാഫ് എക്സ്പേർട്സ്, അതായത് കയ്യെഴുത്ത് ശാസ്ത്ര വിദഗ്ധരാണ്, ബിഗാൻ ടു മേക്ക് ദെയർ റിസർച്ചേഴ്സ് ഇൻ ഹംപി. അപ്പോൾ 1836 മുതലാണ് കയ്യെഴുത്ത് വിദഗ്ധ ശാസ്ത്രജ്ഞർ അവരുടെ ഗവേഷണങ്ങൾ ഹംപിയിൽ ആരംഭിച്ചത്. അങ്ങനെ ആയപ്പോഴും ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, ലിഖിതങ്ങൾ അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചു. അതൊക്കെ ശേഖരിച്ചതിന് ശേഷം അതുപോലെ തന്നെ അവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നശിച്ചു കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന കുറേ കൺസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ലിഖിതങ്ങൾ ശേഖരിച്ചു. ഇപ്പോൾ 1856 കുറേ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം അവർ ഫോട്ടോസ് എടുത്തു, അവിടുത്തെ സ്മാരകങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ്, പിക്ചേഴ്സ് പണ്ഡിതന്മാർക്ക് വളരെയധികം സഹായകരമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഹംപിയെക്കുറിച്ച്. ഹിസ്റ്റോറിയൻസ് നൗ വാണ്ടഡ് ടു റീക്രിയേറ്റ് ദിസ് ഹിസ്റ്ററി ഓഫ് വിജയനഗര. അപ്പോൾ ഈ ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഈ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഈ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല ഡോക്യുമെൻസിൽ നിന്നും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അവരുടെ വിവരണങ്ങളിൽ നിന്നും കൂടാതെ ദേ യൂസ്ഡ് ഇൻഫോർമേഷൻ ഫ്രം ദീസ് സോഴ്സസ് ടു കമ്പയർ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ടു ദിസ് പ്ലേസ്. അക്കാലത്ത് ഈ വിജയ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന വിദേശ സഞ്ചാരികൾ അവരെഴുതി വെച്ച പുസ്തകം അതൊക്കെ വായിച്ച് അതിൽ നിന്നും ഈ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ ദേ ഓൾസോ പ്രിപ്പയർഡ് വിത്ത് ദ ഇൻഫോർമേഷൻ അവൈലബിൾ ഇൻ തെലുങ്കു. ഇപ്പുറത്തുള്ള തെലുങ്കു, കന്നഡ, തമിഴ്, സംസ്കൃത പുസ്തകങ്ങൾ ഈ ഹംപി രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് ആ വിവരങ്ങളും അവർ ശേഖരിച്ചു. എന്നിട്ടതൊന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന പുരാവസ്തു ഇൻസ്ക്രിപ്ഷനും ഫോട്ടോഗ്രാഫിയുമായിട്ട് അതൊന്ന് താരതമ്യം ചെയ്ത് ഇവർക്കൊരു ക്ലിയർ പിക്ചർ കിട്ടി, എങ്ങനെയായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന്. അങ്ങനെ പഠിച്ചു കിട്ടിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ നിന്ന് ഹിസ്റ്റോറിയൻസ് ട്രൈ ടു റീക്രിയേറ്റ് ദ ഹിസ്റ്ററി ഓഫ് വിജയനഗരം. അങ്ങനെ ആ വിജയനഗര സാമ്രാജ്യത്തെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഹംപിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പുരാവസ്തു സർവേ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ വിജയനഗരത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ അവർക്ക് ലഭിച്ചു. അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിജയനഗര എംപയർ വാസ് ഫൗണ്ടഡ് ബൈ 2 brothers, ഹരിഹര ആൻഡ് ബുക്ക, ഇൻ 14th century.
അപ്പോൾ 14-ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന 2 സഹോദരർ ഹരിഹര ബുക്ക, ഇവരാണ് വിജയനഗര സാമ്രാജ്യം എന്നുള്ള ഒരു ഹിന്ദു എംപയർ സ്ഥാപിക്കാനായിട്ട് കാരണമായത്. അവരാണത് സ്ഥാപിച്ചത്. ആദ്യകാല രാജാക്കന്മാരെ, വിജയനഗര രാജാക്കന്മാരെ രായന്മാർ എന്നാണ് വിളിച്ചിരുന്നത്, രായാസ്. അതുകൊണ്ടാണ് എല്ലാ പേരിൻ്റെയും കൂടെ ഇപ്പോൾ നമുക്ക് കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ ഫേമസ് ആയ വളരെ പോപ്പുലറായ തുളുവ രാജവംശത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിനെ രായ എന്ന്, എല്ലാവരെയും രായ എന്ന് ചേർത്താണ് വിളിക്കുന്നത്. ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് വിജയനഗര എംപയർ. ഇപ്പം 4 ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെങ്കിലും ഏറ്റവും പോപ്പുലറായി വിജയനഗര സാമ്രാജ്യവുമായി കണക്ട് ചെയ്ത് പറയുന്ന പേര് കൃഷ്ണദേവരായരുടെ പേരാണ്. അദ്ദേഹമാണ് ഏറ്റവും ശക്തനായ രാജാവ് അല്ലെങ്കിൽ റായ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര എംപയർ വാസ് വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ വെർ വെരി ഹാപ്പി. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണം വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ സന്തുഷ്ടമായിരുന്നു. അപ്പോൾ വിജയനഗര എംപയർ സ്റ്റാർട്ട് ചെയ്തത് 14th സെഞ്ച്വറിയിലാണെന്ന് പറഞ്ഞു. ഏകദേശം 16-17 നൂറ്റാണ്ടായപ്പോഴേക്കും വിജയനഗര സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി. ആ ക്ഷയം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഡൈനാസ്റ്റി, അരവിഡു ഡൈനാസ്റ്റിയുടെ ദുർബലമായ ഭരണമാണ് ഒരു കാരണം. അക്കൂട്ടത്തിൽ മറ്റു പല കാരണമുണ്ട്. വിദേശ ആക്രമണം, സുൽത്താൻമാരുടെ ആക്രമണമാണ് പതനത്തിലേക്ക് വഴിയൊരുക്കിയത്. ഇനി എത്ര രാജവംശമാണ് വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്നത്? 4 രാജവംശമാണ്. സംഗമ ഡൈനാസ്റ്റിയാണ് ആദ്യത്തെ രാജവംശം. അതാണ് ഹരിഹര ബുക്ക അവർ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം സലുവ രാജവംശം, പിന്നീട് തുളുവ, 4ാമത് അരവിഡു. ഇപ്പോൾ സംഗമ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അതാണ് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച രാജവംശം. അത് കഴിഞ്ഞതിന് ശേഷം സലുവ അത് വികസിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ രാജവംശം മറ്റൊരു സാമ്രാജ്യമൊക്കെ വികസിപ്പിച്ചു. തുളുവ ഡൈനാസ്റ്റിയാണ് ഏറ്റവും വിജയനഗര സാമ്രാജ്യത്തെ അതിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ഡൈനാസ്റ്റി ഈ കാലഘട്ടത്തിലാണ് ഡൈനാസ്റ്റി വാസ് അറ്റ് സെനിത് ഡ്യൂറിങ് ദ റൂൾ ഓഫ് കൃഷ്ണദേവരായ. അതായത് തുളുവ നരസനായക എന്ന് പറയുന്ന രായയുടെ മകനായിരുന്നു, 2ാമത്തെ മകനായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് രാജവംശം, അതായത് വിജയനഗര സാമ്രാജ്യം വളരെയധികം ഏറ്റവും പരമോന്നത നിലയിൽ എത്തിയത്. അതിനുശേഷം അരവിഡു രാജവംശമായിരുന്നു. അരവിഡു രാജവംശത്തിൽ അത്രയും പ്രാപ്തരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല. കൃഷ്ണദേവരായർക്ക് ശേഷം വന്ന അരവിഡു ഡൈനാസ്റ്റിയിലെ രായന്മാർ ദുർബലരായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ വീക്ക് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് വീക്കായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അമരനായകൻ എന്ന് പറയുന്ന ഓരോ പ്രദേശം ഭരിക്കുന്ന ആളുകൾ, ഈ രാജവംശത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവർ, അവർ ശക്തരായി വന്നിട്ട് ദുർബലമായ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ അവർ പോരാടുകയും അവർ സ്വതന്ത്രമാവുകയും ചെയ്തു. അതൊരു റീസൺ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് ഒപ്പോസ് ചെയ്യാനുണ്ടായിരുന്നു. സുൽത്താനേറ്റ് രാജാക്കന്മാർ, ബീജാപ്പൂർ സുൽത്താൻ, അതുപോലെ ബാമിനി എപ്പോഴും ഇവരുടെ ശത്രുവായിട്ട് ഏത് സമയത്ത് ഇവർ അറ്റാക്ക് ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം. അപ്പോൾ ഇതൊക്കെയാണ് പതനത്തിന് കാരണമായത്. ഇനി എങ്ങനെയാണ് ഈ വിജയനഗര സാമ്രാജ്യം ഇല്ലാണ്ടായി മാറിയത്? ഇൻ 1565 രാമൻ രായ, ദ രാജ ഓഫ് വിജയനഗർ, ലെറ്റ് ദ എംപയർ ഇൻ ടു ഫേറ്റൽ ബാറ്റിൽ അറ്റ് തളിക്കോട്ട. അപ്പോൾ തളിക്കോട്ട യുദ്ധം മൂലമാണ്, അതിൽ പരാജയപ്പെടുന്നത് മൂലമാണ് ഈ വിജയനഗര സാമ്രാജ്യം തികച്ചും നശിക്കപ്പെട്ടത്. ഇൻ വിച്ച് ഇറ്റ്സ് ആർമി വാസ് റൂട്ടഡ് ബൈ ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ദ മുസ്ലിം സ്റ്റേറ്റ്. അതായത് മുസ്ലിം സ്റ്റേറ്റാണ് ഇവരുടെ ശത്രുവായിട്ട് വന്നത്. മുസ്ലിം ഭരണം, അതിനുശേഷം സുൽത്താനേറ്റ് ഭരണം വന്നു കയറുകയായിരുന്നു ഭാരതത്തിലേക്ക്. മുസ്ലിം സ്റ്റേറ്റ് ഓഫ് ബീജാപ്പൂർ, അഹമ്മദ് നഗർ, അതുപോലെ ഗോൽക്കൊണ്ട ആൻഡ് ദ സിറ്റി ഓഫ് വിജയനഗർ വാസ് ഡിസ്ട്രോയിഡ്.
അപ്പോൾ ഇതിൻ്റെ കാരണമാണ് ഈ ബിജാപ്പൂർ മുസ്ലിം സംസ്ഥാനത്തിലെ സംയോജിത ശക്തികൾ, ഇവർ 3 കൂട്ടരും ചേർന്നിട്ടാണ് വിജയനഗര സാമ്രാജ്യം അറ്റാക്ക് ചെയ്തതും നശിക്കപ്പെട്ടതും. അതിനുശേഷം വിജയനഗര ഹംപി പൂർണ്ണമായി നശിപ്പിച്ചു. ആ സിറ്റിയിലുള്ള സകല പ്രധാന കെട്ടിടങ്ങളൊക്കെ, ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചു. അതിനുശേഷം കിങ്ഡം ബ്രോക്ക് ഇൻ ടു സ്മോൾ സ്റ്റേറ്റ് ആയിട്ട് മാറി. കാരണം അമരനായക സിസ്റ്റമായിരുന്നു. ഓരോ അമരനായകൻ്റെയും കീഴിലുള്ള സ്റ്റേറ്റ് അവർ സ്വതന്ത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്തു. ഇനി ഇത് കൂടാതെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു ചോദ്യമാണ്. ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നില്ല, കാരണം ഫോക്കസ് പോയിൻ്റ് അതൊന്ന് സെപ്പറേറ്റ് നോട്ടായിട്ട് ഇടുന്നത് കൊണ്ട്. ഇനി ഇതിൽ നമുക്ക് പറയേണ്ടത് റോയൽ സെൻറ്റേഴ്സിനും സീക്രട്ട് സെൻറ്റേഴ്സിനെ കുറിച്ചാണ്. ഫോക്കസ് പോയിന്റിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റോയൽ സെൻറ്ററും അല്ലെങ്കിൽ സീക്രട്ട് സെൻറ്ററൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇൻട്രോ കൊടുക്കണം. വിജയനഗര വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റിങ്ക്റ്റ് ഫിസിക്കൽ ലേഔട്ട് ആൻഡ് ബിൽഡിംഗ് സ്റ്റൈൽ. അപ്പോൾ ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇന്ന് നമ്മൾ ഹംപി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ആ കെട്ടിട നിർമ്മാണ രീതിയാണ്. ഇപ്പോൾ കെട്ടിട പ്ലാനാണ്, അതൊക്കെ വളരെ സവിശേഷതയുള്ളതാണ്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് മെയ്ഡ് ദി ഇലാബറേറ്റഡ് സ്റ്റഡി ഓഫ് ദ റോഡ്സ് വിതിൻ ദ സിറ്റി ആൻഡ് ദ റോഡ് വിച്ച് ലെറ്റ് വൺ ഔട്ട് ഓഫ് ദ സിറ്റി. ഒരു സിറ്റിയിലേക്ക് കയറുന്നതും അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് കിടക്കുന്ന റോഡുകളുടെ നിർമ്മാണം, അത് വളരെ നല്ല രീതിയിൽ പുരാവസ്തു ഗവേഷകർ വിശദമായ പഠനം നടത്തി. ഇപ്പോൾ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഈ റോക്കി ഹില്ലെന്ന് പറഞ്ഞാൽ അത് രാമായണത്തിലെ സുഗ്രീവൻ അല്ലെങ്കിൽ ബാലിയൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്ന് ഊഹിക്കുന്നു. വിജയനഗര വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഫിസിക്കൽ ലേഔട്ട് ആൻഡ് ബിൽഡിംഗ് സ്റ്റൈൽ. അതിലെ ആദ്യത്തെ നമ്മൾ റോയൽ സെൻറ്റർ ഒന്നും കൂടി എടുത്തു പറയാം. അപ്പോൾ ഇത് റോയൽ സെൻറ്റർ വാസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് വിച്ച് ഹാഡ് മോർ ദാൻ 60 ടെമ്പിൾസ് എന്നാണ് കേട്ടോ. 60 ടൈംസ് എന്നാണ് അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ റോയൽ സെൻറ്ററിൽ ഏകദേശം 60-ലധികം ക്ഷേത്രങ്ങളുള്ള വാസസ്ഥലത്തിൻ്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ റോയൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏകദേശം എത്ര കോംപ്ലക്സുകളുണ്ട്? 30 ബിൽഡിംഗ് കോംപ്ലക്സുകളുണ്ട്. അത് പാലസസുകളാണ് എന്ന് തിരിച്ചറിഞ്ഞു. കാരണം കൊട്ടാരങ്ങളാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 60 കെട്ടിടങ്ങളാണ് കൊട്ടാരത്തിനുണ്ടായിരുന്നത്. അത് അതിലെ ആളുകളൊക്കെ താമസിച്ചിരുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ അത് പ്രധാനികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കാം ഈ 30 എണ്ണം. ഇനി കിങ്സ് പാലസ് വാസ് ദ ലാർജസ്റ്റ് of the enclosures and had 2 platforms, namely the audience hall and the Mahanavami Dipa. അപ്പോൾ ഏറ്റവും വലിയ കൊട്ടാരം, അതിൽ ഏറ്റവും വലുത് നോക്കുമ്പോൾ അത് രാജാവിൻ്റെ കൊട്ടാരം തന്നെയാണ്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാന കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആളുകളെ മീറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഹാളുണ്ട്. അതുപോലെ തന്നെ മഹാനവമി ഡിപ്പ. ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും വളരെയധികം ഉയർന്ന പീഠത്തിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെ ഉയർന്ന മണ്ഡപം പോലെ കെട്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ലൊക്കേറ്റഡ് ഓൺ വൺ ഓഫ് ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ സിറ്റി, ദ മഹാനവമി ഡിപ്പ ഈസ് എ മാസീവ് പ്ലാറ്റ്ഫോം റൈസിംഗ് ഫ്രം ദ ബേസ് അബൌട്ട് 11,000 സ്ക്വയർ ഫീറ്റ് ടു എ ഹൈറ്റ് ഓഫ് 40 ഫീറ്റ്, 40 അടി ഉയരം. അതുപോലെ സ്ക്വയർ ഫീറ്റ് 11,000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം ഇത്രയും വലുതായിരിക്കണം മഹാനവമി ദിബ എന്ന് പറയുന്നത്. ദിബ ഡിഫറെൻറ്റ് സെറിമണീസ് ലൈക്ക് വർഷിപ്പ് ഓഫ് ഇമേജ്, വർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ഹോഴ്സ് ആൻഡ് സാക്രിഫൈസ് ഓഫ് ബഫലോസ് ആൻഡ് അതർ ആനിമൽസ് വെർ പെർഫോംഡ് ഇൻ വിജയനഗര. അപ്പോൾ വിജയനഗരത്തിലെ അവരുടെ ഫെസ്റ്റിവൽ വരുമ്പോൾ അവർ ഐഡൽസ്, പ്രതിമകളെ ആരാധിക്കുന്നു. അതുപോലെ കുതിര, പിന്നെ അതുപോലെ വിജയനഗരത്തിലെ മൃഗബലിയും എരുമകളെയും മറ്റു മൃഗങ്ങളെയും ബലി നടത്തുകയൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഏതൊക്കെയായിരുന്നു റോയൽ സെൻറ്ററിൽ ഉണ്ടായിരുന്നത്? ലോട്ടസ് മഹൽ, പിന്നെ അതുപോലെ ഹസാരാരാമ ക്ഷേത്രം. ഇത് രണ്ടും രാജകീയ കേന്ദ്രത്തിലെ വളരെ ബ്യൂട്ടിഫുള്ളായ
കെട്ടിടങ്ങൾ. ഇനി ടെമ്പിൾ ഓഫ് ഹംപി. അപ്പോൾ ഇത് ടെമ്പിൾ ഓഫ് ഹംപി എന്ന് പറയുമ്പോൾ നമുക്കിത് സീക്രട്ട് സെൻറ്റർ ആയിട്ട് പറയാം. ഇപ്പോൾ ടെമ്പിൾ ബിൽഡിംഗ് ഇൻ ദിസ് റീജിയൻ ഹാഡ് ലോങ് ഹിസ്റ്ററി. അതായത് പല്ലവ, ചാലൂക്യ, ഹോയ്സാല, ചോള എല്ലാ രാജാക്കന്മാരും ഇതുപോലെ തന്നെ ക്ഷേത്ര നിർമ്മാണത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. ടെമ്പിൾസ് were developed as religious, social, cultural, economic and learning center. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ മതപരമായ കാര്യം മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, അതുപോലെ പഠന കേന്ദ്രങ്ങളും എക്കണോമിക് കേന്ദ്രങ്ങളും പഠന കേന്ദ്രങ്ങളുമാണ്. അപ്പം ഏറ്റവും സെൻട്രായ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ക്ഷേത്ര സമുച്ചയങ്ങൾ. അതുപോലെ ഷ്രൈൻസ് ഓഫ് വിരൂപാക്ഷ ആൻഡ് പത്മാദേവി വെരി സിഗ്നിഫിക്കൻറ്റ് സീക്രട്ട് സെൻറ്റർ. അപ്പോൾ സീക്രട്ട് സെൻറ്റർ എന്നുള്ള ഹെഡിങ് ഞാൻ അവിടെ കൊടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ടെമ്പിൾ എന്നുള്ളതാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ സീക്രട്ട് സെൻറ്ററാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ദ വിജയനഗര കിങ്സ് ക്ലെയിം ദ റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ ഗോഡ് വിരൂപാക്ഷ. അപ്പോൾ വിജയനഗര രാജാക്കന്മാർ പറയുന്നത് വിരൂപാക്ഷ ദൈവത്തിന് വേണ്ടി ആണ് തങ്ങൾ ഭരിക്കുന്നത് എന്ന് അവരവകാശപ്പെട്ടു. They also indicate their close links by using the title Hindu സുരന്ത്രണ ഹിന്ദു സുരന്ത്രണ എന്നുള്ള സുരത്രണ എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. സുരത്രണ എന്ന് പറയുന്ന വാക്കിന് എൻ്റെ അർത്ഥം സുൽത്താൻ എന്നാണ് എന്ന് പറയുന്നത്. ഇനി ഇൻ ടേംസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എടുക്കുകയാണെങ്കിൽ രായാസ്, ഗോപുരംസ് ഓർ റോയൽ ഗേറ്റ്വേസ് രണ്ടാണ്. ക്ഷേത്ര വാസ്തുവിദ്യയുടെ കാര്യത്തിൽ രായസ് ഗോപുരങ്ങൾ അല്ലെങ്കിൽ രാജകീയ കവാടങ്ങൾ, ഇതൊക്കെ മണ്ഡപങ്ങൾ, അതുപോലെ വലിയ വലിയ മണ്ഡപങ്ങൾ, പവലിയൻസ്, ഇതൊക്കെ റൂളേഴ്സ് വിജയനഗര രാജാക്കന്മാരാണ് വികസിപ്പിച്ചത്, അത് ബിൽഡ് ചെയ്യിപ്പിച്ചത്. കൃഷ്ണദേവരായ build the hall in front of the main shrine in വിരൂപാക്ഷ ടെമ്പിൾ. അപ്പോൾ വിരൂപാക്ഷ ടെമ്പിളിന് മുന്നിലെ ഒരു വലിയൊരു ഹാള് പണിതത് കൃഷ്ണദേവരായാണ്. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു ഗോപുരവും കിഴക്കൻ ഗോപുരവും അദ്ദേഹം പണിയുകയുണ്ടായി. ഓൾസോ കൺസ്ട്രക്റ്റഡ് ദി ഈസ്റ്റേൺ ഗോപുരം. ദ ഹാൾസ് ഇൻ ദി ടെമ്പിൾ വെർ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ഈ അമ്പലത്തിലുള്ള വലിയ ഹാളുകൾ ഉപയോഗിച്ചിരുന്നത് നൃത്തം, സംഗീതം, ഡാൻസ്, ഡ്രാമ, അല്ലെങ്കിൽ ദേവതകളുടെ വിവാഹം, അതൊരു ചടങ്ങ് പോലെ നടത്തുക, ഉത്സവമായിട്ട് നടത്തുക, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ വലിയ ഹാള് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ദ റൂളേഴ്സ് ഓഫ് വിജയനഗര എസ്റ്റാബ്ലിഷ്ഡ് വിത്തല ടെമ്പിൾ. മറ്റൊരു ക്ഷേത്രവും കൂടി വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുണ്ടാക്കി, വിത്തല ക്ഷേത്രം. അതായത് വിഷ്ണുവിൻ്റെ രൂപത്തിനെയാണ് ഈ വിത്തല എന്ന് പറയുന്നത്. അപ്പോൾ വിത്തല എന്ന് പറഞ്ഞാൽ അത് ഫോം ഓഫ് വിഷ്ണു ആണ്. അതിനെ മഹാരാഷ്ട്രയിൽ വളരെയധികം ആളുകൾ വിത്തല രൂപത്തെ ആരാധിച്ചിരുന്നു. സം ഓഫ് ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ ഗോപുരം were built by ലോക്കൽ നായകൻ. അപ്പോൾ ലോക്കൽ നായകന്മാരെ, അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ സമാന്തന്മാരെ പോലെ ജീവിച്ചിരുന്ന, സബോർഡിനേറ്റ് ആയിട്ട് അവർക്ക് സേവനങ്ങളും സൈന്യങ്ങളും അവർക്ക് വേണ്ടി ഭരിച്ചിരുന്ന നായകന്മാരാണ് ചില ഗോപുരങ്ങൾ നിർമ്മിച്ചത്. ഇനി മഹാനവമി ഡിബ്ബ, അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊരു ഇമ്പോർട്ടൻറ്റ് റിച്വൽസ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കുക. ഇപ്പോൾ സെലിബ്രേഷൻസ് ലൈക്ക് മഹാനവമി ആർ കണക്റ്റഡ് വിത്ത് മഹാനവമി ഡിബ്ബ. അതായത് ആഘോഷങ്ങൾ, ഏറ്റവും വലിയ ഉത്സവമായ മഹാനവമി, അതൊക്കെ ഡിബ്ബയുമായിട്ട് ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. കാരണം ഇത് ഒരു ഫെസ്റ്റിവൽ ഏകദേശം 9 ദിവസം, അതാണ് നവമി എന്ന് ഉദ്ദേശിക്കുന്നത്. 10ാം ദിവസമാണ് അതിൻ്റെ ഉത്സവം. മഹാനവമി 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ്. അപ്പോൾ ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലൊക്കെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഈ മഹാനവമിയെ പല പേരിൽ അറിയപ്പെടുന്നു. നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ ദസറ എന്ന് പറയുന്നു, ബംഗാളിൽ അതിനെ ദുർഗാപൂജ എന്നാണ് പറയുന്നത്, സൗത്ത് ഇന്ത്യയിലാണ് അതിനെ നവരാത്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, മൃഗബലിയുണ്ട്, ഐഡൽ വേർഷിപ്പുണ്ട്, റോയൽ ഹോഴ്സിനെ ആദരിക്കൽ, ഇതൊക്കെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പെർഫോമൻസും നടത്തുന്നു. ഡാൻസ് പെർഫോമൻസ്, ഗുസ്തി, അതുപോലെ തന്നെ ഘോഷയാത്ര, കുതിര അലങ്കരിച്ച
കുതിരയൊക്കെ വെച്ചിട്ടുള്ള ഘോഷയാത്ര, ആന, രഥങ്ങൾ, സൈന്യങ്ങൾ, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നടത്തുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വിജയനഗര രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം, അധികാരമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് റിപ്പബ്ലിക് പരേഡ് പോലെ ഉള്ള ഒരു പരേഡ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം നായക്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലോക്കൽ റീജിയണൽ ചീഫ്സാണ്. അത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ നാട്ടുരാജാക്കന്മാരെന്ന് പറയാം. അവർ അമരനായകം, അമരൻ എന്ന് പറഞ്ഞ റീജിയൻ, ആ പ്രദേശത്തെ നായകൻ എന്നുള്ള പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. അവരെല്ലാം അവിടെ സന്നിഹിതരായിരിക്കും. രാജാവിന് കൊടുക്കാനുള്ള ടാക്സ് പോലെ, അല്ലെങ്കിൽ കപ്പം, അല്ലെങ്കിൽ അവരുടെ കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ, ഇതൊക്കെയായിട്ടായിരിക്കും അവിടെ എത്തുന്നത്. ഓൾ ദീസ് റിച്വൽസ് ഹാഡ് ദെയർ സിംബോളിക് മീനിങ്. ഓരോന്നിനും അതിൻ്റേതായ മീനിങ്സ് ഉണ്ട്, ഓരോ റിച്വൽസിനും ചടങ്ങിലും. അങ്ങനെ ഈ ലാസ്റ്റ് ഡേ ആണ് നവരാത്രിയുടെ ഏറ്റവും ഹ്യൂജ് ഫങ്ഷൻ നടക്കുന്നത്. അത് വലിയൊരു ഓപ്പൺ പ്ലേസിലാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് രാജാവ് തങ്ങളുടെ സൈന്യത്തെ ചെക്ക് ചെയ്യുന്നു. നായകന്മാരാണ് സൈന്യത്തെ വെക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും കൊണ്ടുവരുന്നത്. യുദ്ധസമയത്ത് മാത്രമാണ് ഈ നായകന്മാർ രാജാവിൻ്റെ ആജ്ഞപ്രകാരം സൈന്യത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയത്ത് സൈന്യത്തെ പരിശോധിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. ആ സമയത്ത് തന്നെ നായകന്മാർ രാജാവിന് കൊടുക്കുവാനുള്ള ആദരവ്, അല്ലെങ്കിൽ കപ്പം, അല്ലെങ്കിൽ ട്രിബ്യൂട്ട് എന്നാണ് അതിനെ പറയുന്നത്, കൊടുക്കുന്നു. അതുപോലെ വില കൂടിയ എക്സ്പെൻസീവ് ഗിഫ്റ്റും ഇക്കൂട്ടത്തിൽ കൊണ്ടുവരുന്നു. അപ്പം ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം, ഇനി നായങ്കര സിസ്റ്റം എന്നാൽ എന്ത്, അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡേഴ്സിൻ്റെ റോൾ എന്ത് വിജയനഗര കിങ്ഡത്തിൽ എന്നൊക്കെ ചോദിക്കുന്നത് അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു.